നമസ്കാരം. TCVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണക്കൂട്ടിലെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് തൃശ്ശൂരുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലാകൂട്ടായ്മയായ പൂമ്പാറ്റയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടിയിലാണ്. അപ്പോൾ ഈ ഒരു ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിയാനായിട്ട് ഈ പൂമ്പാറ്റയുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള പെപ്പിൻ ജോർജ് ആൻഡ് അപർണ നാരായണൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പൂമ്പാറ്റ സംഘടനയെക്കുറിച്ച് പറയാനുള്ളത്? ഇത് ടീം പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാകൂട്ടായ്മയാണ്. 12 വർഷം മുപ്പാടാണ് ഈ കലാകൂട്ടായ്മ തുടങ്ങിയത്. ഞങ്ങളുടെ മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെണ്ടമേളമാണ്. അപ്പോൾ ഭിന്നശേഷിയുള്ള 260 കുട്ടികളുടെ ചെണ്ടമേളം ഗിന്നസിൽ ശിങ്കാരിമേളം തുടങ്ങിയത് തൃശ്ശൂരാണ്. ഗിന്നസ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട്. മെയിനായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ഈ കൂട്ടായ്മയിലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ്. നമ്മളിവിടെ കുട്ടികളുടെയും അമ്മമാരുടെയും പല പരിപാടികളുണ്ട്. നമ്മുടെ അമ്മമാരുടെ ഒരു തിരുവാതിരക്കളിയുണ്ട്. അതുപോലെ തുമ്പിതുള്ളൽ നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ചെണ്ടമേളം, അതാണ് നമ്മുടെ പൂമ്പാറ്റയുടെ മെയിൻ ഐറ്റം. അത് അമ്മമാരും കുട്ടികളും അച്ഛന്മാരും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ആഘോഷമാണ്. പിന്നെ കുറേ കളികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു നല്ല സുന്ദരനായിട്ടുള്ള ഒരു മാവേലിയും റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളി മങ്കമാരും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഓണാഘോഷം കലക്കാം. ഇനി നമുക്കായി ഇവിടുത്തെ കുട്ടികളും അവരുടെ അമ്മമാരൊക്കെ കൂടിയിട്ട് ചേർന്നൊരുക്കുന്ന ഒരു അടിപൊളി ചെണ്ടമേളാണ് നമുക്കിനി കാണാനായിട്ട് പറ്റുന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ചെണ്ടമേളം കാണാം.
അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ? അടിപൊളിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അപ്പൊ നമ്മളെ ഈ കുട്ടികളെ ചെണ്ടമേളം പഠിപ്പിച്ച മാഷാണ്, പെപ്പിൻ മാഷാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു സാർ? കുഴപ്പമില്ല. നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരെ ചെണ്ടമേളം പരിശീലിപ്പിക്കുന്നുണ്ട്. ഇവര് ക്ലാസ് റൂമിലൊക്കെ ഇരുന്നിട്ട് കുസൃതി കാട്ടും. നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള കുട്ടികൾ ക്ലാസ് റൂമിലൊക്കെ ഇരുന്നിട്ട് ബെഞ്ചിലൊക്കെ താളം പിടിക്കും. അപ്പോൾ ആ താളം നമ്മൾ ശിങ്കാരിമേളത്തിൻ്റെ ഓർഡറാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് ചെണ്ടയാണല്ലോ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ശിങ്കാരിമേളം ആണ് ഇവർ കൊട്ടുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇവർ ഡെസ്കിൽ കൊട്ടുന്ന താളം ഇവരെ നമ്മൾ ചെണ്ടയിൽ കൊട്ടിച്ച് ഇപ്പോൾ ഒരുപാട് വേദികളിൽ നമ്മൾ പോയി 200 ചില വേദികളിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെണ്ടമേളം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തിൻ്റെ കേരളീയം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും നമ്മൾ തന്നെയാണ് ചെണ്ടമേളം നടത്തിയത്. അപ്പോൾ നമുക്കറിയാം സാർ, ഇപ്പോൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് റിസ്ക് ആണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പഠിപ്പിക്കുന്ന കാലയളവൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഇവരുടെ അമ്മമാരും പഠിപ്പിക്കും. അപ്പോൾ അമ്മമാരും പഠിപ്പിക്കുമ്പോൾ അമ്മമാർ ഇവരെ വീട്ടിൽ ചെന്നിട്ട് ഇവർ പരിശീലനം നടത്തും. അപ്പോൾ ഇപ്പൊ അമ്മമാരുടെ അമ്മ പൂമ്പാറ്റ എന്ന് പറഞ്ഞ ശിങ്കാരിമേളത്തിന്റെ ടീം ഇവിടെ ഉണ്ട്. അത് ഞാൻ കണ്ടു. നമ്മള് കൂടുതൽ കുട്ടികളെക്കാളും കൂടുതൽ അമ്മമാരിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. എന്തൊരു ശക്തിയിലാണ് കൊട്ടുന്നത്. ഭയങ്കര ആവേശമായിരുന്നു എല്ലാവർക്കും. എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ മാഷിന് എന്തായാലും അതിന്റെ കയ്യടി മാഷിന് എന്തായാലും വേണല്ലേ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഓണാഘോഷ പരിപാടി കാണുവാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു പ്രോത്സാഹനം നൽകുവാനുമായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി മേയർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. നമ്മുടെ ഭിന്നശേഷിയുള്ളവർക്കൊരു പൂമ്പാറ്റ എന്നുള്ളൊരു പരിപാടിയില്ലേ, മറ്റുള്ളതിനേക്കാൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ ഒരു പൂമ്പാറ്റ പോലെയുണ്ട്. അപ്പോൾ പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ പറന്നെടുക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ ഓർക്കുക. അതിനെ സജ്ജമാക്കിയിട്ടുള്ളത് എൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. സന്തോഷപ്രദമായ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം അതിനനുയോജ്യമായിട്ടുള്ളതാണ്. എല്ലാവർക്കും ആർക്കും എവിടെയും ഓർക്കാനുള്ള ഒരു സംവിധാനത്തോടുള്ള ഒരു നല്ല പ്ലേസ്, നല്ല സ്ഥലം. അതിലെ പൂമ്പാറ്റകൾ പറന്നു വന്നുകൊണ്ട് ഇവിടുത്തെ ഓണാഘോഷം നടത്തുന്നു. അതിലേറെ സന്തോഷം. അതും ഭിന്നശേഷിയുള്ളവർക്ക്. നമുക്ക് കഴിവുകൾ അനവധിയാണ്, കഴിവുറ്റവർ അനവധിയാണ്. അവരെ സംഘടിതമായിട്ടുള്ള ഈ പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ ഹൃദയം കാർന്ന ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഓണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്ന ഭിന്നശേഷിയർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള പൂമ്പാറ്റ. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ച എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരെ ഏതാണ്ട് സ്ഥാപിതമായിട്ട് 12 വർഷമായി എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ സാധിച്ചത്. വളരെ രസകരമായി, വളരെ പുണ്യപ്രവൃത്തി എന്ന പോലെ നിങ്ങൾ മുന്നോട്ട് ഇതിനെ നയിച്ചുകൊണ്ട് പോകണം. ഒരിക്കലും തളരരുത്, വാടരുത്, ഇല്ലാതാവരുത്. സന്തോഷമായി തന്നെ മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാ ഹൃദയമാർന്ന ആശംസകൾ ഞാൻ നേരുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യമാർന്ന ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ മാവേലി തമ്പുരാൻ്റെ 4 വരി പാടാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദമോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അന്നത്തെ നാളുകളെ പറ്റി നമുക്ക് ഓർക്കാം. അന്ന് മാവേലി തമ്പുരാൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സമൂഹത്തിൻ്റെ പ്രദീപനായിരുന്നു. അതുപോലെ ഇനിയും നമുക്ക് അണിചേരാം. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു സമ്പത്തായി ഇന്നത്തെ 2024 നമ്മുടെ ഓണാഘോഷം ഭംഗിയായി തീരട്ടെ എന്ന് മാത്രം വിലയേറിയ ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓണവിശേഷങ്ങളുമായിട്ട് ഉള്ളത് തൃശ്ശൂരുള്ള സ്നേഹവീട് എന്ന അഗതി മന്ദിരത്തിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂർ ഡിവിഷൻ കൗൺസിലർ ആയിട്ടുള്ള സതീഷ് കുമാറാണ്. നമസ്കാരം സർ. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്നേഹവീട് എന്നറിയപ്പെടുന്ന 1936 തുടങ്ങിയ വയോജനങ്ങൾക്കുള്ള അഗതി മന്ദിരത്തിലാണ് ഇന്നിപ്പോൾ ടീം പൂമ്പാറ്റ എന്ന ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലാകൂട്ടായ്മ അവരുടെ രക്ഷകർത്താക്കളടക്കം ഇവിടെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഭിന്നശേഷിക്കാരായ 261 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട്
ഗിന്നസ് ബുക്കിൽ വരെ അവർ പേരെത്തിയിരിക്കുകയാണ്. അവർ ഇന്നേ ദിവസം ഈ ഡിവിഷനിൽ പ്രത്യേകിച്ചും വയോജനങ്ങളെയൊക്കെ നമുക്കറിയാം മാറ്റി നിർത്തുന്നൊരു കാലഘട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ അവർ എടുത്ത ഈ ഒരു എഫർട്ട് ഇത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഭിന്നശേഷി കുട്ടികൾ അവർ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഈ വയോജനങ്ങൾക്ക് അവരുമായി ഒത്തുചേരുമ്പോൾ കൂടാതെ അവരുടെ രക്ഷകർത്താക്കളും ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ അത് ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് അവരെ ഞാൻ അഭിനന്ദിക്കുന്നത്. ഇനി അടുത്തതായി ഇവിടുത്തെ അമ്മമാരൊക്കെ കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു തിരുവാതിരക്കളിയാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയാണോ തിരുവാതിരക്കളിക്കായിട്ട്? ഒരു കുഞ്ഞു കൃഷ്ണനും കൂടി ഉണ്ട് അല്ലേ? കൃഷ്ണനും കൂടി ഒരുക്കിയിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള തിരുവാതിരക്കളി ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു തിരുവാതിരക്കളി കളിക്കാൻ പോകുന്ന അമ്മമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടുന്ന് തുടങ്ങാം. എന്താ പേര്? രശ്മി. രശ്മിയ. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. ഓക്കെ. സ്മിത. സ്മിത. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫാണ്. ലതിക. ലതിക. ഞാനൊരു കലാപീഠം ആർട്ട് സെന്റർ നടത്തുന്നു. ഓക്കെ. എവിടെയാണ്? കോലഴി. കോലഴി. ഓക്കെ. ഞാൻ ജാൻസി. ജാൻസി. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. ബ്യൂട്ടീഷ്യനാണ് അല്ലേ? എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്തത് ഈ ചേച്ചിയാണോ? അങ്ങനെയല്ല, കുറച്ചൊക്കെ കുറച്ചൊക്കെ തന്നെത്താൻ ചെയ്തൂല ആള്. നിങ്ങൾ ചെയ്തില്ല? ഞങ്ങളെ ഓക്കെ. ശരി. ഓക്കെ. ചേച്ചിയുടെ പേര്? ഡെയ്സി. ഡെയ്സി. ഓക്കെ. പോപ്പുലർ വെഹിക്കിൾസിലെ കസ്റ്റമർ കെയർ മാനേജറെ വർക്ക് ചെയ്യണം. ഓക്കെ. 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 നമുക്ക് കൃഷ്ണനെ പരിചയപ്പെടാം അല്ലേ? ലാസ്റ്റ് പരിചയപ്പെടാം അല്ലേ? ഓക്കെ. സുഷ. ഹൗസ് വൈഫ്. കൃഷ്ണ. കൃഷ്ണ ടെക്നീഷ്യനായിട്ട് വർക്ക്. ടെക്നീഷ്യൻ ആണ്. ഓക്കെ. രാജി സന്തോഷ്. ഓക്കെ. ഹൗസ് വൈഫ്. അപർണ. ഓക്കെ. എൻ്റെ പേര് അഞ്ജന സതീഷ്. ഞാൻ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചറാണ്. ഇതിന്റെ പാട്ടൊക്കെ സെലക്ട് ചെയ്തത് ടീച്ചറാണോ? എല്ലാവരും കൂടി സെലക്ട് ചെയ്ത. നമുക്കത് കഴിഞ്ഞൊരു പാട്ടൊക്കെ നമുക്ക് ആവാല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട്. തീർച്ചയായിട്ടും. എൻ്റെ പേര് സുനിത വിജയകുമാർ. ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എൻ്റെ പേര് രാജേശ്വരി. ഇതിലേറ്റവും പ്രായമുള്ള ചേച്ചിയാണ് ഞാൻ. പിന്നെ TCVയിൽ ഇതിൽ ഞങ്ങളുടെ ഈ പൂമ്പാറ്റ ടീം 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അതൊരു സന്തോഷം. അതിനൊരു സന്തോഷം എനിക്ക്. അത് മാത്രല്ല അദ്ദേഹമാണ് പ്രായം കൂടിയ എന്തായാലും സന്തോഷം. ഇനി നമുക്ക് ആ കൃഷ്ണനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? എന്താ പേര്? പിലാന. 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 പിലാന എന്നാണ് പേര്. നല്ല ഭംഗിയുണ്ടല്ലോ. ആരോ ഒരുക്കി തന്നെ? അമ്മ. ആരാ അമ്മ? ഓക്കെ. നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള തിരുവാതിരക്കളി ആവട്ടെ. നമുക്ക് തിരുവാതിരക്കളി കാണാം.
ഓണപ്പാട്ട് പാടാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? പേര് പറയോ? പേര് പറയൂ. പേര് പറയൂ. പൂജ. പൂജ. പൂജ എന്നാണ് പേര്. എന്താ അമ്മയുടെ പേരെന്താ? സുജാത. രമേശ്. രമേശ്. അപ്പോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഹൃദയപൂത്താലം. ഹൃദയപൂത്താലം ഓണപ്പാട്ടാണ് അല്ലേ? അതെ. ആ, ഓക്കെ. എത്ര ദിവസമായി പഠിച്ചു തുടങ്ങിയിട്ട് ഈ ഒരു പാട്ട്? ഒരാഴ്ച. ഓക്കെ. എങ്ങനെ പഠിപ്പിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആള്? അല്ല, ഒരു ട്രെയിനർ ഉണ്ട് പഠിപ്പിക്കാനായിട്ട്. ഇവിടുത്തെ പ്രൊഫഷണൽ സിംഗറായ റീന മുരളിയാണ് പൂജ ലൈറ്റ് മ്യൂസിക് പഠിപ്പിക്കുന്നത്. ടീച്ചർ ഒരു 2 ദിവസം കൊണ്ട് ഈ പാട്ട് പഠിപ്പിച്ചെടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് പൂജയുടെ ആ ഓണ ാണ്. അപ്പൊ നാടൻ പാട്ടിനായിട്ടുള്ള ടീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹലോ ചേച്ചി, എന്താ പേര്? ലീനാംചെ നാട്ടിക. ഓ, വലിയ പേരാണല്ലോ. ചേച്ചിയുടെ പേര്? കൊച്ചു. കൊച്ചു. അത്രയുള്ള പേര്? കൊച്ചു ദ്രസ്യ എന്നാണ് കൊച്ചു എന്ന് വിളിക്കുക എല്ലാവരും. കൊച്ചു. ഓക്കെ. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സീമ തോമസ് എടക്കളത്തൂർ. ഓക്കെ. എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നേ? ഞങ്ങൾ ഈ പൂമ്പാറ്റ പോലെ തന്നെ ഒരു ദർശന എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബും കൂടി ഉണ്ട്. അപ്പൊ ഈ രണ്ടിലും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ട് ഇപ്പൊ ഇവിടം വരെ എത്തി. ഓ, ചേച്ചി? ഞങ്ങളും ഇങ്ങനെ തന്നെ പുനർജീവൻ എന്ന് പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്. അതിൽ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്ത് ഞങ്ങൾ രണ്ടാളും ലോട്ടറി കച്ചവടം ചെയ്യുന്നു. ലോട്ടറി കച്ചവടം ചെയ്യുന്നു. രണ്ടാളെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണോ? എൻ്റെ ചേട്ടനും. ഓക്കെ. ആളെവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നേ? ഞാൻ ടൈലറിംഗ് ആണ്. ഈ ദർശന ക്ലബില് അംഗമാണ്. വീൽചെയർ ബാസ്കറ്റ്ബോളിൽ ഉണ്ട്. ഓ, അതിലും ഉണ്ടോ? അപ്പൊ എല്ലാവരും ഭയങ്കര കഴിവുറ്റ ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ നാടൻ പാട്ടാണല്ലേ പാടാൻ പോകുന്നത്? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കൈതോല പായ വിരിച്ച്. ഓക്കെ, അടിപൊളി പാട്ടാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടാനായിട്ട് പറ്റട്ടെ. ഇവിടെ ഒരു മാവേലി ഇരിക്കുന്നുണ്ടല്ലോ, ഒരു കുഞ്ഞു മാവേലി ഇരിക്കുന്നുണ്ടല്ലോ. എന്താ പേര് മാവേലിയുടെ? അനു. കുഞ്ഞു. അനർവ് മാവേലിയാണ്. മാവേലിയുടെ മീശ എവിടെ പോയി? അമ്മ മീശ കൊണ്ടുപോയില്ലോ. എന്നാലും ഭംഗിയുണ്ടല്ലേ മാവേലിയിലാണ്. നല്ല രസമുള്ള മാവേലി. മാവേലിയുടെ കൊട എവിടെ പോയി? താഴെ ഇരിക്കുകയാണ്. റെസ്റ്റ് ചെയ്യാണ് ഇവിടെ. റെസ്റ്റ് ചെയ്യാണ്. വയ്യാണ്ടായോ? സദ്യ നോക്കിയിരിക്കായിരിക്കും വിശന്നിട്ട്. ആ, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു നാടൻ പാട്ടൊക്കെ കേക്കാം. എന്താ ചിരി, ഇഷ്ടായി. കൈയടിക്കില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇവരുടെ നാടൻ പാട്ട് കേക്കാം. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നോ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നോ.
കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ചാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കുന്നത്തങ്ങാടി ചാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കുന്നത്തു കാവേരി കാളകളി കണ്ട് കാതിരു കമ്മലും വാങ്ങി ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കുന്നത്തു കാവേരി കാളകളി കണ്ട് കാതിരു കമ്മലും വാങ്ങി ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആടി ആടിട്ടെപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കാതുരുമ്മി കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം നോവുമ്പം കൈതല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ നോവുമ്പം കൈതല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ കാതുരുമ്മി കാരമുള്ളോണ്ട് കാതുകുത്തണ നേരം നോവുമ്പം കൈതല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ നോവുമ്പം കൈതല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാര് പൊന്നോ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ ആ ഏ ഓ അടുത്തതായിട്ടൊരു ഓണപ്പാട്ടാണ്. ഓണപ്പാട്ടായിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, എന്താ പേര്? വിഷ്ണു. വിഷ്ണു എന്നാണ് പേര്. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മയുടെ പേര്? അഞ്ജന സതീഷ്. സതീഷ്. എന്താ ചെയ്യുന്നേ? ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ റിട്ടയർഡ്. ഓക്കെ ഓക്കെ. എന്താണ് വിഷ്ണു പഠിക്കുകയാണോ? പഠിക്കുകയാണ്. BA മ്യൂസിക് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ചേതന സംഗീത നാട്യ അക്കാദമിയിൽ മ്യൂസിക് പഠിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? പറയൂ. ഓണപ്പൂവേ എന്ന് പറയുന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. എത്ര ദിവസം പിടിച്ചു പഠിക്കാനായിട്ട്? വളരെ പെട്ടെന്ന് പഠിക്കും. പെട്ടെന്ന് പഠിക്കുന്ന ആളാണല്ലേ. അപ്പൊ എന്തായാലും റെഡി അല്ലേ വിഷ്ണു? അപ്പൊ റെഡിയാണ്. അപ്പൊ നമുക്ക് വിഷ്ണുവിന്റെ ഓണപ്പാട്ട് കേൾക്കാം.
ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടം മനോഹര തീരം ദൂരെ ആടി വിളിക്കുന്നു ഇതാ അന്തരീതാക സംഗീതമാ സന്ധ്യാ പുഷ്പ സൗരഭമാ അന്യേതാക സംഗീതമാ സന്ധ്യാ പുഷ്പ സൗരഭമാ അനുഭൂതികളെ കുന്തിടമാ അരകിൽ തിരവന തീരവിട ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തീരം മനോഹര തീരം ദൂരെ ആടി വിളിക്കുന്നു ഇതാ 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 കണ്ടാടയ്ക്കാമുക്കും കെട്ടി കമിത്തി വെച്ച് മലത്തി വെച്ച് പള്ളിയാവാതി തോന്നും വെച്ച് പള്ളി വിളക്ക് കൊടുത്തിയും വെച്ചു എന്താ തുമ്പി തുള്ളാത്തേ എന്താ തുമ്പി തുള്ളാത്തേ കണ്ടാടയ്ക്കാമുക്കും കെട്ടി കമിത്തി വെച്ച് മലത്തി വെച്ച് പള്ളിയാവാതി തോന്നും വെച്ചു പള്ളി വിളക്ക് കൊടുത്തിയും വെച്ചു എന്താ തുമ്പി തുള്ളാത്തേ എന്താ തുമ്പി തുള്ളാത്തേ കണ്ടാടയ്ക്കാമുക്കും കെട്ടി കമിത്തി വെച്ചു മലത്തി വെച്ചു പള്ളിയാവാതി തോന്നും വെച്ചു പള്ളി വിളക്ക് കൊടുത്തിയും വെച്ചു എന്താ തുമ്പി തുള്ളാത്തേ എന്താ തുമ്പി തുള്ളാത്തേ കണ്ടാടയ്ക്കാമുക്കും കെട്ടി കമിത്തി വെച്ചു മലത്തി വെച്ചു പള്ളിയാവാതി തോന്നും വെച്ചു പള്ളി വിളക്ക് കൊടുത്തിയും വെച്ചു എന്താ തുമ്പി തുള്ളാത്തേ തുമ്പി തുള്ളാത്തേ തുമ്പി തുള്ളാത്തേ കണ്ടാടയ്ക്കാമുക്കും കെട്ടി കമിത്തി വെച്ചു മലത്തി വെച്ചു പള്ളിയാവാതി തോന്നും വെച്ചു പള്ളി വിളക്ക് കൊടുത്തിയും വെച്ചു എന്താ തുമ്പി തുള്ളാത്തേ എന്താ തുമ്പി തുള്ളാത്തേ അടുത്തതായിട്ട് ഒരു ചെണ്ടമേളമാണ്. അപ്പൊ ചെണ്ടമേളത്തിനായിട്ട് ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? എൻ്റെ പേര് അനിൽകുമാർ. പെരുവനത്താണ് വീട്. ചേർപ്പല ചേർപ്പ സ്വദേശിയാണ്. എത്ര വർഷമായി? ഞാനൊരു ഏതാണ്ട് ഒരു 30 കൊല്ലം മേലെയായി ഞാൻ ഫീൽഡിൽ മേളായിട്ട് തൃശ്ശൂർ പൂരത്തിനും ചെറുപൂരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. എന്താ പേര്? എൻ്റെ പേര് പ്രവീൺ. ഒരു 4-5 വർഷമായിട്ട് മേളം പഠിക്കുന്നുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്. അത് കൂടെ ഇടയ്ക്ക് മേളം അതിൻ്റെ കൂടെ സഹകരിക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്താ പേര്? രാജേഷ്. സ്ഥലം ഇവിടെ നെട്ടിശ്ശേരിയാണ്. ഇവിടെ മേളത്തിന് ആളുടെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ചെണ്ടമേള ആകട്ടെ. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം.
ആയിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? എല്ലാവരും നന്നായിട്ട് ആവേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നില്ലേ? മാവേലിമാരൊക്കെ ഇവിടെ കാണുന്നില്ലല്ലോ. അതെ ഇവിടെ ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മാസ്റ്റർ? അടിപൊളിയായിരുന്നോ? കുഴപ്പമില്ല, അടിപൊളി. നമ്മള് വയനാട്ടില് ഇങ്ങനൊരു സംഭവം ദുരന്തം നടക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞു രീതിയിൽ ഞങ്ങള് ഇങ്ങനെയുള്ള കുട്ടികളല്ല, അവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതല്ലേ ഇവർക്ക് നമുക്കല്ലേ സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും. അത് മാത്രല്ല, വയനാടില് ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മളുടെ കുട്ടികള് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് അവിടെ നമ്മൾ കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളിൽ എത്തിക്കുകയുണ്ടായി. എല്ലാവരും അവരവരുടെ വീടിന്റെ അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങളാണ്, നമ്മുടെ അവിടെ നിന്ന് ഒരു ലോറി നിറച്ച സാധനങ്ങളും കൊണ്ടാണ് ഇവിടെ നിന്ന് പൂമ്പാറ്റയിലെ കുട്ടികൾ പോയത്. ചേച്ചി എന്താ പറയാനുള്ളേ? അതെ, സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ TCVക്കും ഒരുപാട് സന്തോഷം. ഞങ്ങൾ എല്ലാവരും കൂടെ ആഘോഷിച്ചു, അമ്മമാരും കുട്ടികളും എല്ലാവർക്കും കൂടി ഒരു നല്ല ഓണത്തുടക്കം തന്നെ. എന്തായാലും കുട്ടികളെക്കാളും കൂടുതൽ ആവേശം ആർക്കായിരുന്നു? അമ്മമാർക്കായിരുന്നു. ഒരു ആർപ്പോ വിളിച്ചാലോ? അച്ഛന്മാരുണ്ട്. അയ്യോ, അച്ഛന്മാരുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. നമ്മുടെ പൂമ്പാറ്റ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. അടിപൊളി, എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഓണാഘോഷ പരിപാടികളും ഇവർ നമുക്കായിട്ട് കാഴ്ചവെച്ചിരുന്നു. എന്തായാലും ഏറ്റവും ബിഗ്ഗസ്റ്റ് താങ്ക് യു എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കല്ലേ? ഒരു ആർപ്പോ ഫിറോ വിളിച്ചിട്ട് അവസാനിപ്പിച്ചാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ 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 ആർപ്പോ ഹീറോ ഹീറോ. TCVക്ക് ടീം പൂമ്പാറ്റയുടെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയുടെ അടിപൊളി ഓണാശംസകൾ.